ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ റീകോമ്പിനൻ്റ് ഡി എൻ എ ടെക്നോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. റീകോമ്പിനൻ്റ് ഡി എൻ എ ടെക്നോളജിയിൽ റീകോമ്പിനേഷൻ നടത്താനായിട്ട് കുറേ ടൂൾസ് ആവശ്യമുണ്ട് അല്ലേ. മോളിക്കുലർ സിസേഴ്സ്, റെസ്ട്രിക്ഷൻ എൻസൈം, മോളിക്കുലർ ഗ്ലൂ, ലിഗേസ്, ക്ലോണിംഗ് വെക്റ്റർ, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിംഗ് വെക്റ്റർ. അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിംഗ് വെക്റ്റർ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്റ്റബിൾ മാർക്കർ, ക്ലോണിംഗ് സൈറ്റ്. ഓക്കെ, നൗ വി വിൽ സ്റ്റഡി അബൌട്ട് ക്ലോണിംഗ് സൈറ്റ്. ക്ലോണിംഗ് സൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണ ഏതെങ്കിലും വൺ ഓഫ് ദി ടു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനാണ്. Okay, when a foreign DNA is inserted within a gene of bacteria, that gene is inactivated. It is called insertional inactivation. അതായത് ഒരു ഫോറിൻ ഡി എൻ എനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പോർഷനിലുള്ള ഡി എൻ എനെ നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ആ റീജിയനിലുള്ള ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നു. ഒരു ഫോറിൻ ഡി എൻ എനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് റീജിയൻ ഈസ് ഇൻആക്ടിവേറ്റഡ്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇൻസേഷണൽ ഇൻആക്ടിവേഷൻ. ഓക്കെ, ഹിയർ ദി റീകോമ്പിനന്റ് പ്ലാസ്മിഡ് ലോസ് tetracycline resistance due to the insertion of foreign DNA. Okay, when the plasmids are introduced into E. coli, 3 types of cells are obtained. Which are they? Non-transformants, transformants with non-recombinant plasmids, transformants with recombinant plasmids. ഇവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നോൺ ട്രാൻസ്ഫോർമൻസ് ഉണ്ടാകാം, ട്രാൻസ്ഫോർമൻ വിത്ത് നോൺ റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ് ഉണ്ടാകാം, ട്രാൻസ്ഫോർമൻസ് വിത്ത് റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ് ഉണ്ടാകാം. നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആരെയാണ്? ട്രാൻസ്ഫോർമൻസ് വിത്ത് റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. Recombinant plasmids can be selected out from non-recombinant bonds by plating the transformants on amphisilin medium. Then the transformants are transferred on tetracycline medium. നമുക്കറിയാം ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഫോറിൻ ഡി എൻ എനെ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ റീകോമ്പിനൻ്റ് ആണെങ്കിൽ ടെട്രാസൈക്ലിൻ ജീൻ ഇനാക്ടിവേറ്റഡ് ആണ്, ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. ഓക്കെ, നോൺ റീകോമ്പിനൻ്റ് ആണെങ്കിൽ ടെട്രാസൈക്ലിൻ ജീൻ ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് മീഡിയത്തിലും വളർത്തുന്നു. ആംഫിസിലിൻ മീഡിയത്തിൽ വളർത്തുന്നു, അതിനുശേഷം ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ വളർത്തുന്നു. ഓക്കെ, ആംഫിസിലിൻ മീഡിയത്തിൽ വളർത്തുമ്പോൾ റീകോമ്പിനൻസ് ഗ്രോ ചെയ്യുന്നു, പക്ഷേ ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ റീകോമ്പിനൻസ് വളരുന്നില്ല. ഓക്കെ, സോ ദി റീകോമ്പിനൻസ് ഗ്രോൺ ഇൻ ആംഫിസിലിൻ മീഡിയം but not on tetracycline medium, but non-recombinants grown on medium containing both the antibiotics. Okay, next is cloning site. Thus one antibiotic resistant gene helps to select the transformants. The inactivated antibiotic resistant gene helps to select recombinants. Okay, but this type of selection of recombinant is difficult procedure because it needs simultaneous plating on 2 plates having ഡിഫറെൻറ്റ് ആൻറ്റിബയോട്ടിക്സ്. ഇതൊരു ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരേ സമയം 2 ആൻറ്റിബയോട്ടിക് ഉള്ള മീഡിയത്തിൽ ഇതിനെ വളർത്തി നോക്കണം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് സെലക്റ്റബിൾ മാർക്കർ ഉണ്ട്. ദാറ്റ് ഈസ് ഡെവലപ്പ് ബേസ്ഡ് ഓൺ ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് കളർ ഇൻ പ്രസൻസ് ഓഫ് chromatogenic substances or chromogenic substances.
Okay. In this, a recombinant DNA is inserted into the coding sequence of an enzyme beta-galactosidase. ബീറ്റാ-ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ. ഓക്കെ, ആ ജീനിലേക്കാണ് നമ്മൾ ഫോറിൻ DNA ആഡ് ചെയ്തത്. ബീറ്റാ-ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ കട്ട് ചെയ്തിട്ട് അവിടേക്കാണ് പുതിയ DNA നമ്മൾ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? പുതിയ DNA ആഡ് ചെയ്ത് റീകോമ്പിനേഷൻ നടന്നെങ്കിൽ ബീറ്റാ-ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. ബീറ്റാ-ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം ആക്ച്വലി ഒരു ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ ആ റീജിയൻ കട്ട് ചെയ്ത് ഫോറിൻ DNA ആഡ് ചെയ്തതുകൊണ്ട് ആ കോളനിക്ക് കളർ ഉണ്ടാവുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ബീറ്റാ-ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെയാണ് നമ്മൾ റിമൂവ് ചെയ്തത്. ഇൻസേഷണൽ ഇനാക്ടിവേഷൻ അവിടെ നടന്നു. ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ ബീറ്റാ-ഗാലക്ടോസിഡേസിൻ്റെ ആക്ടിവിറ്റി ഇനാക്ടിവേറ്റഡ് ആയി അല്ലേ? സോ such colonies do not produce color. These are identified as recombinant colonies. If the plasmid bacteria have no an insert, it gives blue colored colonies in presence of chromatogenic substrate. And in this, a recombinant DNA is inserted into the coding sequence of an enzyme beta-galactosidase, so the gene is inactivated. Such colonies do not produce color. These are identified as recombinant colonies. Here we can see ഇവിടെ വൈറ്റ് കളർ കോളനി കാണുന്നുണ്ട്, കണ്ടോ? ഈ വൈറ്റ് കളർ കോളനി എന്ന് വെച്ചാൽ റീകോമ്പിനൻസ് ആണ്. ഈ ബ്ലൂ കളർ കോളനി എന്ന് പറയുന്നത് നോൺ റീകോമ്പിനൻസ് ആണ്. If the plasmid in bacteria have no an insert, it gives blue colored colonies in presence of chromogenic substrate. ഓക്കെ, ബ്ലൂ കളർ കോളനി എന്ന് പറയുന്നത് നോൺ റീകോമ്പിനൻസ് ആണ്. വൈറ്റ് കളേർഡ് കോളനി എന്ന് പറയുന്നത് റീകോമ്പിനൻസ് ആണ്. നെക്സ്റ്റ്, വെക്ടേഴ്സ് ഫോർ ക്ലോണിംഗ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. Genetic tools of some pathogen is transformed into useful vectors for delivering genes to plants and animals. Example, agrobacterium tumefaciens and retrovirus. Agrobacterium tumefaciens പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന വെക്ടറും റിട്രോവൈറസ് അനിമൽസിൽ യൂസ് ചെയ്യുന്ന വെക്ടറുമാണ്. അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസ് പ്ലാന്റ്സിലും റിട്രോവൈറസ് അനിമൽസിലും യൂസ് ചെയ്യുന്ന വെക്ടേഴ്സാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് agrobacterium tumefaciens. Agrobacterium tumefaciens can deliver a piece of DNA to transform normal plant cells into a tumor. These tumor cells produce the chemicals required by the pathogen. Tumor-inducing Ti plasmid of Agrobacterium tumefaciens is modified into a cloning vector which is not pathogenic but can use the mechanism to deliver genes of interest into plants. Okay, so Agrobacterium tumefaciens എന്ന് പറയുന്നത് ഒരു സോയിൽ ബാക്ടീരിയ ആണ്. ഈ സോയിൽ ബാക്ടീരിയയിൽ ഒരു പ്ലാസ്മിഡ് ഉണ്ട്. ആ പ്ലാസ്മിഡിനെ Ti പ്ലാസ്മിഡ് എന്ന് പറയുന്നു. ഈ Ti പ്ലാസ്മിഡിൽ tDNA ഉണ്ട്. tDNA, ഈ tDNA ആണ് പ്ലാന്റ്സിൽ ട്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാന്റ്സിൽ ട്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ tDNA ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ tDNA കട്ട് ചെയ്ത് ആ റീജിയണിൽ ഒരു ഫോറിൻ ജീനിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഫോറിൻ ജീനിനെ ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ പ്ലാന്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്യൂമർ ഇൻഡ്യൂസിങ് എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടീനെ നശിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? It is used as a mechanism to deliver genes of interest into plants. Okay.
സോ നെക്സ്റ്റ് റിട്രോ വൈറസ് ആണ്. റിട്രോ വൈറസ് നമുക്കറിയാം ക്യാൻസർ കോസിങ് വൈറസ് ആണ് റിട്രോ വൈറസ്. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത്? റിട്രോ വൈറസ് ഇൻ ആനിമൽസ് ക്യാൻ ട്രാൻസ്ഫോം നോർമൽ സെൽസ് ഇൻ ടു ക്യാൻസറസ് സെൽസ്. അപ്പോൾ നമ്മൾ റിട്രോ വൈറസിൻ്റെ ക്യാൻസർ കോസിങ് എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ നമ്മൾ ഡിസാം ചെയ്യുന്നു, ഓക്കെ, ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അവിടെ ഒരു ഫോറിൻ ജീനിനെ ആഡ് ചെയ്ത് that is used to deliver desirable genes into animal cells. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിൽ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസും ആനിമൽസിൽ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? റിട്രോ വൈറസും